ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ മകളെ കൊച്ചാക്കി കണ്ടതിൽ കനകം തൻ്റെ മകളോട് ഇങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ പറയാനിട്ടോ. അപ്പോൾ നവ്യയും അതിന് കൂട്ട് നിന്നിട്ട് നയനയെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഫോറിൻ കമ്പനിക്ക് ഈ ഡിസൈൻ നന്നായി ഇഷ്ടപ്പെടേട്ടോ. അപ്പോൾ ഈ സമയം ഈ ഡിസൈനർ ആര് എന്നറിയാതെ ആദർശും അതുപോലെ മുത്തശ്ശനും എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇത്രയും ഒരു ഡിസൈനുകൾക്കുള്ളിൽ ഈ ഡിസൈൻ എങ്ങനെ വന്നു എന്നുള്ള ആ ആകാംക്ഷ അവരിൽ വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയണേ, മോനെ ഇതിന് വല്ല കറക്ഷൻസും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരച്ച ആരാ ആൾ എന്നെങ്കിൽ മാത്രമല്ലേ ഇത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവിടെ കനകം നവ്യയും കൂടിയിട്ട് നയനയെ കൊണ്ടുവന്നിരിക്കുന്നു. നയനയോട് നീ പറയാ ഞാനാണിത് വരച്ചതെന്ന് പറ. കുറച്ച് മുന്നേ മുത്തശ്ശനടക്കം നിന്നെ ഇങ്ങനെ അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് നീ പറ എന്നിങ്ങനെ അവർ തിരിച്ചും മറിച്ചും പറയുമ്പോൾ നയന അത് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും കിട്ടിയ അവസരം കൊണ്ട് അബിയെ കൊണ്ടുവന്നിരിക്കുന്നു. ജലജ, നിനക്കിവിടെ സ്റ്റാർ ആവാം, ഇതോടുകൂടി നിന്നെ എല്ലാവർക്കും വില വരും, നീ കമ്പനിയുടെ വലിയൊരു സ്ഥലപ്പത്ത് തന്നെ നീ കയറും, നീ പറ എന്നുള്ള വാക്കുകളങ്ങ് പറയുമ്പോൾ പെട്ടെന്ന് അബി അങ്ങ് പറയാണ്, ഞാനാണ് വരച്ചത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വാക്കുകളില്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അവരെല്ലാവരും കൂടിയിട്ട് കൺഗ്രാജുലേഷൻ, ദേവയാനിക്ക് പറയാനില്ല മോനെ, നിനക്ക് ഇത്രയും വലിയ കഴിവുണ്ടായിട്ടും നീ എന്തിനാടാ ഇതിങ്ങനെ ഒളിപ്പിച്ച് നടക്കുന്നത്, നീ ഇത് പുറത്ത് കൊണ്ടുപോവാ, നമ്മുടെ കമ്പനിയിലെ ഏറ്റവും വലിയ ഡിസൈനർ നീയാവും, മൂർത്തി സ്റ്റെല്ലറിക്ക് നിന്നെ അത്യാവശ്യമാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അപ്പി പറയാണ്, എനിക്ക് മൂഡിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ, അത്ര വല്ലാതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നാൽ നീ അങ്ങനെ പോരാ, ഇനി എല്ലാത്തിലും ഇറങ്ങി പുറപ്പെടണം. ഇതൊക്കെ കേൾക്കുന്ന ജലജയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം തൻ്റെ മകൻ എല്ലാവർക്കും മുന്നിൽ സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ തൻ്റെ മകനക്ക് കൈ കൊടുക്കുന്നു. എന്നാൽ വരച്ച ഡിസൈനറായ നയന ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എൻ്റെ പേര് ഇവിടെയും പോയല്ലോ. അപ്പോഴേക്കും കനകക്കും നവ്യക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ നവ്യ പറയണം, അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, എവിടെയും ഫ്രോഡ് പണിയാണ് അവനെ അറിയുള്ളൂ, എന്നാൽ ഇതിന് ഉത്തരം ഞാൻ കൊടുക്കും. അപ്പം ഞാൻ പറയാം, വേണ്ട ചേച്ചി മിണ്ടാതിരിക്കും, ഇത് വിട്ടേക്ക്. ഇല്ല, ഇത് വിടാൻ പറ്റില്ല, ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് നിൻ്റെ ഉള്ളിലെ കല പുറത്ത് വന്നത്, അതുകൊണ്ട് തന്നെ നീ തന്നെ നീ തന്നെ അംഗീകാരം നേടിയാൽ മതി. അങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരം തട്ടിയിരിക്കുന്ന അവരുടെ സ്വഭാവം ഉണ്ടല്ലോ അബിയുടെ, അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ ചൂടായും കൊണ്ട്, അബി ഇത് നീ വരച്ചത് തന്നെയാണോ, ഇത് നീ വരച്ചത് നീയല്ല, ഇത് നയനയാണെന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന ജലജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താ നീ പറയുന്നത്, നിൻ്റെ ഭർത്താവല്ലേ, നിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ നുണ പറയുന്നോ? അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയണം, ഞാനാണിത് വരച്ചതെന്ന് പറയണ്ട. അപ്പോൾ നവ്യ പറയാണ്, നയനയാണിത് വരച്ചത്, അവളെ കൊണ്ട് നിർബന്ധിച്ച് ഞാനും അമ്മയും കൂടി വരപ്പിച്ചതാണ്. അപ്പോഴേക്കും കനകം പറയണം, ശരിയാണ്, ഞാൻ എൻ്റെ മോളെ കൊണ്ട് വരപ്പിച്ച ഡിസൈനാണ്. അപ്പോഴേക്കും അവിടെ ജലജ പറയാണ്, എല്ലാവർക്കും മുന്നിൽ എൻ്റെ മകൻ സ്റ്റാർ ആവാണെന്ന് കാണുമ്പോൾ ഈ കനകത്തിൻ്റെ സ്വഭാവം കണ്ടില്ലേ മാറി പറയുന്നത്, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കനകത്തിനെ കുറ്റപ്പെടുത്താണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയണേ, നിങ്ങളുടെ മകൻ എന്നും അങ്ങനെയാണല്ലോ, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി തട്ടിയെടുക്കുക, അല്ലാതെ സ്വന്തം വരെങ്കിൽ പണി ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഇല്ല എന്നിങ്ങനെ നവ്യ ചൂടായും കൊണ്ട് പറയുമ്പോൾ, ആരോടാണ് നീ പറയുന്നത് എന്ന് എനിക്ക് വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ബോധമുണ്ടായിക്കോട്ടെ, ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറയാതെ, നിൻ്റെ ഭർത്താവാണ്, നിൻ്റെ അമ്മായിമ്മയാണ് ഞാൻ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നവ്യ പറയാണ്, നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ആരും വില തരും, പക്ഷേ അതിൽ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും സമനില തെറ്റും എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ, എന്തിനാണ് നിങ്ങൾ കള്ളം പറയുന്നത്, നിങ്ങൾ തന്നെ വരച്ചതാണോ എന്ന് എന്നിങ്ങനെ അബിയോട് നവ്യ ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ അബി പറയാണ്, ഞാൻ തന്നെ വരച്ചതാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും ഇങ്ങനെ നയനയെ കുറ്റക്കാരിയെ പോലെ നോക്കുമ്പോൾ പെട്ടെന്ന് നവ്യ ട്രാക്ക് മാറ്റി പിടിക്കാൻ കേട്ടോ. നവ്യ പെട്ടെന്ന് പറയും, ആ അബി വരച്ചതാണോ, എന്തിനാ എൻ്റെ അമ്മ ഇങ്ങനെ ചൂടാവൊന്നും വേണ്ട, എൻ്റെ അടുത്ത് തെറ്റുപറ്റി, എൻ്റെ ഭർത്താവ് വരച്ചതാണല്ലേ, ശരി സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇത്രയും വലിയ കഴിവ് എൻ്റെ ഭർത്താവിനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കനകവും നയനയെ ആകെ അന്തം വിട്ടു കേട്ടോ. ഇത്രയും നേരം നയനക്ക് സംസാരിച്ച ആ ആള് ഇത്രയും പെട്ടെന്ന് ഭർത്താവിന് വേണ്ടി സംസാരിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നവ്യയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ആ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് എല്ലാവരും. എന്നിട്ട് ജലജയോടും അബിയോടും പറയുന്നത്, ശരി നിങ്ങളല്ലേ ഇത് വരച്ചത്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എന്നാലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇടയിൽ ഒരു സംശയം ഇപ്പോൾ വീണ് കഴിഞ്ഞു, ഇത് നയനയാണോ അബിയാണോ വരച്ചത് എന്നുള്ള ആ സംശയം തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വെച്ച് എല്ലാവർക്കും മുന്നിൽ ഒന്ന് ഡിസൈൻ വരക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അബി ആകെ ഞെട്ടാണ്, ജലജയും ഞെട്ടാണ്. അമ്മേ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയുടെ കൈകൾ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ജലജ പറയും, അതങ്ങനെ നടക്കില്ല, അങ്ങനെ പെട്ടെന്ന് വരയ്ക്കാനൊന്നും കഴിയില്ല,
അപ്പോൾ ഉടൻ തന്നെ വരച്ചത് ഒരാൾക്ക് വരയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല, എന്നാൽ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാൾക്ക് കഴിയില്ല. അത് ശരി തന്നെ, പക്ഷേ ഇപ്പോൾ വരച്ചത് വരയ്ക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നീ ഡിസൈൻ കണ്ടിട്ടില്ല അബി, നയനയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നും അറിയില്ല. നീ വരച്ചതാണെങ്കിൽ നീ ഒന്നും കൂടി വരയ്ക്കെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന അബി, അയ്യോ അമ്മേ ഞാൻ പെട്ടല്ലോ, എൻ്റെ ഭാര്യ തന്നെ എനിക്ക് ഗണി വെച്ചിരിക്കുന്നു, നീ മിണ്ടാതിരിക്കണം. അപ്പോഴേക്കും ജലജ പറയാണ് കഴിയില്ല എന്ന് പറയണേ. അപ്പോൾ അബി പറയണേ ഇപ്പോൾ വരച്ച് ഞാൻ ക്ഷീണിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുന്ന കനകം പറയാണ് ഒരു വരച്ച് കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത്ര പെട്ടെന്ന് വരച്ചെടുക്കാമെന്ന് പറയണ കേട്ടോ. അപ്പോഴേക്കും ആദർശിന് സംശയം വന്നിരിക്കുന്നു. തൻ്റെ അനിയൻ കള്ളനാണെന്ന് ആദർശിന് എല്ലാവരെയൊക്കെ കൂടുതൽ അറിയാം. അതുകൊണ്ട് തന്നെ ആദർശ് പറയാണ് അതെ മുത്തശ്ശൻ തന്നെ ഇവിടെ തീരുമാനമെടുക്കണം. ഇവിടെ ഇപ്പോൾ ഡിസൈൻ ഒന്നും കൂടി വരയ്ക്കേണ്ടതിരിക്കുന്നു. അബിയുടെ വാക്കുകൾ അത് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാൽ നയനയെ പുകഴ്ത്തി പറയുകയുമല്ല. ഇവിടെ എന്തായാലും രണ്ടുപേരും ഒരു ഡിസൈൻ വരയ്ക്കട്ടെ, ഈ ഡിസൈൻ തന്നെ വരയ്ക്കട്ടെ. രണ്ടുപേരും ഈ ചിത്രം കണ്ടില്ലാത്തത് കൊണ്ട്, ആരാണ് വരച്ചിട്ടുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ടും നമുക്ക് ഇവരെ കൊണ്ട് വരപ്പിക്കാം എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ നയന നല്ല സന്തോഷവതിയായി തന്നെ നയന വരയ്ക്കുകയാണ്. എന്നാൽ അബി ആണെങ്കിലോ ആദ്യം വരച്ച പിക്ചറിനെ പോലും തനിക്ക് അത്രയും പോലും വരയ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആകെ തപ്പി തപ്പി പിടിച്ചിങ്ങനെ വരച്ചും കൊണ്ടിരിക്കുകയാണ്. തൻ്റെ അമ്മയെ നോക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിയാണ്. നയന പെട്ടെന്ന് ഡിസൈൻ വരച്ച് നവ്യയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ നവ്യക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. സന്തോഷം കൊണ്ട് നവ്യ വാക്കുകളില്ല. അങ്ങനെ എൻ്റെ അനിയത്തി എപ്പോഴും സ്റ്റാർ തന്നെ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴായിരിക്കും അബിയുടെ അടുത്തോട്ട് നവ്യ പോകുന്നത്. കാണുന്ന കാഴ്ച ചിത്രം കുറച്ചേ വരച്ചിട്ടുള്ളൂ, കളർ പോലും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നവ്യ പറയാണ് ഇപ്പോഴാരാണ് ഇവിടെ കുറ്റവാളി എന്ന് ആദർശ് തന്നെ നോക്കി എന്ന് പറയുന്നത് ആദർശിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ ആദർശ് ഞെട്ടിപ്പോവാണ് കേട്ടോ. നേരത്തെ കണ്ട അതേ ഡിസൈൻ തന്നെ ഇപ്പോൾ വരച്ചിരിക്കുന്നു. ഇവിടെയും തൻ്റെ അനിയൻ കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവാണ്. പിന്നീട് ആദർശ് പറയാണ് ഞാൻ ഒന്നും പറയുന്നില്ല, ഇവിടെ തീരുമാനമെടുക്കേണ്ടത് മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ കൈകളിൽ കൊടുക്കുന്നു. അങ്ങനെ മുത്തശ്ശൻ ഇത് നോക്കുന്നു. ഉടൻ തന്നെ മുത്തശ്ശൻ എന്താണ് അബി, നിനക്കും നിൻ്റെ മകനും ഇനിയും മതിയായില്ലേ? ഇത്ര തവണയായി നിങ്ങൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കേൾക്കുന്ന ജലജ പൊട്ടിക്കരയാണ്. അച്ഛാ ക്ഷമിക്കണം, അവിടെ പെട്ടെന്നൊരു ഡിസൈൻ വന്നു, എന്നാൽ ആ ഡിസൈൻ ഫോറിൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻ ആരാണ് ഉത്തരവാദി എന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മകന് ഈ കാര്യത്തിലെങ്കിലും ഇവിടെ ഒരു സ്ഥാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കച്ച എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയുമ്പോൾ നയന ഇങ്ങനെ കനകൻ നോക്കണം കേട്ടോ. എന്നിട്ട് കനകൻ ജലജയെ ഇങ്ങനെ നോക്കാണ്. നിൻ്റെ ഒരു വേലത്തരം ഞാനുള്ളിടത്തുള്ള ഇവിടെ നടക്കില്ല എന്ന ഭാവത്തിൽ നോക്കുമ്പോൾ അവിടെ മുത്തശ്ശി പറയണേ അല്ലെങ്കിലും നയനമോൾ വരച്ചതാണെന്ന് ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യം ഞാനും മുത്തശ്ശനൊക്കെ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടി മോളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഇപ്പോഴും ഈ കുടുംബത്തിന് അഭിമാനം നീ തന്നെ ആവുന്നു. ഈ മൂർത്തീസ് ജ്വല്ലറിക്ക് നീ കാരണം ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായി ഒരു ഫോറിൻ കമ്പനിയുടെ ആ ഒരു ഇതും നീ പിടിച്ചു തന്നല്ലോ. ഇതിനൊക്കെ എന്താണ് മോളെ നിന്നോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിക്ക് അപ്പോഴും നയനയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിനു മുന്നേ അബിയോട് പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ഓർമ്മയിൽ കിടക്കുന്നു. മോനെ ഇത്രയും നല്ല ഡിസൈൻ വരയ്ക്കാൻ കഴിഞ്ഞിട്ടും നീ എന്താ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നയനയോട് പറയുന്നില്ല. ആ ഡിസൈനറിൻ്റെ ഉടമ നയനയാണെന്ന് അറിഞ്ഞിട്ടും ഒരു വാക്ക് പോലും നയനയോട് മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല. പക്ഷേ മുത്തശ്ശൻ്റെ അസുഖം കരുതി ഉള്ളിലെല്ലാം ഒതുക്കി നടക്കുകയാണ് കേട്ടോ ദേവയാനി.